ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ബജിയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 6 മുട്ട ഞാനിവിടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിനോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 പിഞ്ച് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. അത് താല്പര്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി കുറേശ്ശെ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ലൂസായി പോവും. അപ്പം ഈ ബജിയിലേക്ക് അതൊന്നും പിടിക്കില്ല, മുട്ടയിലേക്ക് അത് പിടിക്കില്ല, ഭയങ്കര ലൂസായിട്ടിരിക്കും. അപ്പോൾ കോട്ടിങ് നന്നായിട്ട് കിട്ടില്ല. ഇനി ഈ മുട്ടയൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, ഇതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മാവിലേക്ക് ഈ മുട്ട ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് അതിൻ്റെ മേലേക്ക് കോരിയിട്ട് ഇതുപോലെ ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എപ്പോഴും മുട്ടയുടെ മഞ്ഞക്കരു മേളിൽ വരത്തക്ക രീതിയിൽ വേണം മാവിൽ വെച്ചിട്ട് അത് കോരി ഒഴിക്കാൻ, അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയൊക്കെ ഇളകിപ്പോവും. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ബ്രൗൺ കളറിനോടടുത്ത് കളറായി വരുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതുമൊക്കെ സെയിം രീതിയിൽ തന്നെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് ബജി. അല്ലെങ്കിൽ ഈ മാവിൽ തന്നെ നമുക്ക് കായ, മുളക്, എന്ത് ബജി വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ മാവ് തയ്യാറാക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഒരു സവാള ചട്നി തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ചട്നിയും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.